എൻ്റെ മോള് 10ാം ക്ലാസ് വരെ ഞങ്ങൾ തന്നെ സ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞപ്പോൾ അവള് എൻ്റെ പിതാവാണെന്ന് സ്ഥാപനത്തിൻ്റെ ചെയർമാൻ ഇപ്പോഴും അതെ അദ്ദേഹത്തോട് ഇന്ന് പറഞ്ഞു, എന്താ എനിക്ക് നമ്മുടെ സ്കൂളിൽ തന്നെ 1ാം ക്ലാസ് മുതൽ പഠിച്ചതുകൊണ്ട് മാർക്കെല്ലാം അവള് ടോപ്പാണ്. എനിക്ക് കിട്ടുന്ന ഈ മാർക്കിൽ എനിക്കൊരു സംശയമുണ്ട്. അച്ചാച്ചനെ പേടിച്ചിട്ട് ഈ ടീച്ചേഴ്സ് എനിക്ക് ഫ്രീ ആയിട്ട് മാർക്ക് തരുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. അതുകൊണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ മറ്റേതെങ്കിലും സ്കൂളിൽ പോയി കണ്ടു പഠിക്കട്ടെ. എനിക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് എനിക്കൊന്നും അറിയാമല്ലോ കൃത്യമായിട്ട്. ശരി, ഫാദർ സമ്മതിച്ചു. അങ്ങനെ അവള് കൊടൈക്കനാലിൽ കൊടൈക്കനാൽ ഇന്റർനാഷണൽ സ്കൂൾ എന്ന് പറയുന്ന അവിടെ IB ആണ് സിലബസ്, ഇന്റർനാഷണൽ ബാക്കിംഗ്. അവിടെ പോയി പഠിച്ചു. അത്യാവശ്യം ഭംഗിയായിട്ട് പഠനം കഴിഞ്ഞ് തിരിച്ചെത്തി കഴിഞ്ഞ് അവള് ഇവിടെ നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ അസംഷനിൽ അഡ്മിഷൻ കിട്ടി. അവിടെ ജോയിൻ ചെയ്തു. 1 വർഷം കഴിഞ്ഞപ്പോൾ ഗാന്ധി യൂണിവേഴ്സിറ്റി അവളോട് പറഞ്ഞു, നിന്റെ ഈ കോഴ്സ് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, നീ തിരിച്ചു കൊടുത്തു, നിന്നെ ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. IB സിലബസ് എന്താണെന്ന് സാറിനറിയാം. IB പഠിച്ചിട്ട് വന്ന ഒരാളെ ഗാന്ധി യൂണിവേഴ്സിറ്റി പുറത്താക്കി. സത്യമാണ് ഞാൻ പറഞ്ഞു, എൻ്റെ മകളുടെ ഒരൊറ്റ വർഷം നഷ്ടപ്പെട്ടു. IB എന്താണെന്നറിയാത്ത കിഴങ്ങന്മാരാണ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഇരിക്കുന്നതെന്ന് മുൻ വൈസ് ചാൻസലറിന്റെ മുമ്പിൽ ഇരുത്തിക്കൊണ്ട് ഞാൻ പറയുക. ഇവന്മാരല്ലേ നമ്മുടെ വിദ്യാഭ്യാസത്തെ പരിഷ്കരിക്കാൻ പോകുന്നത്? ഇവന്മാരല്ലേ നിങ്ങളെ നല്ല ഗതിയിൽ എത്തിക്കാൻ പോകുന്നത്?